ഹായ്. അതെ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫിന്റെ ഹൃദയം വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണേ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 1/2 കിലോ ബീഫിന്റെ ഹൃദയമാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ചെറിയുള്ളി വേണം, കുറച്ച് കറിവേപ്പില വേണം, 5-6 പച്ചമുളക് വേണം, 2 ഗ്രാമ്പൂവും പട്ടയും വേണം കേട്ടോ. കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ ഒരു വിസിലടിച്ച് വെച്ചിരിക്കുന്ന ബീഫിന്റെ ഹൃദയമാണിത് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേ ഒരു 1/4 സ്പൂൺ പെരിഞ്ചീരകം കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ പട്ടയും ഗ്രാമ്പും ചേർത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വാടിക്കഴിയുമ്പോഴേ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും 1/2 സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഉള്ളിയൊക്കെ ഇത്രയും മൂത്താൽ മതിയേ. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. ഇത് വേവിക്കാൻ നേരത്ത് നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്തിട്ടാണ് ഇത് വേവിച്ചത്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണം, അത് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ തേങ്ങ തിരുമിയതാണ് ചേർക്കുന്നത്, പിന്നീട് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ പൊടിച്ച മസാല കുറച്ച്, പിന്നെ മീറ്റ് മസാലയും കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ഹൃദയം കൂടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുവാണേ. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിച്ചത്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഉപ്പ് ശകലം കൂടെ ചേർക്കാം. പിന്നീട് നമുക്ക് 2 സ്പൂൺ തേങ്ങ തിരുമിയതും കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ചെറുതീയിലൊരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കി നല്ല ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മളുടെ ബീഫിൻ്റെ ഹൃദയം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.